PFC മാസ്റ്ററുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ വീഡിയോകളുടെയും അപ്ഡേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നമ്മളിന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് തുടങ്ങിയ എല്ലാ ക്വസ്റ്റ്യനുകളിലും പ്രധാനമായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ് ഹിസ്റ്ററി ഓഫ് പ്ലാനിംഗ് അല്ല ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന സ്ഥിരം ചോദ്യങ്ങളിൽ ഒന്ന് അതിൻ്റെ ഇവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷനിലേക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ പ്ലാന്റ് എക്കണോമി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് തന്നെ സോഷ്യലിസ്റ്റ് തിങ്കേഴ്സിൽ നിന്നും, അതുപോലെ തന്നെ നമുക്ക് USSRൻ്റെ ആശയങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടാണ് നമ്മൾ ഇവിടെ 5 ഇയർ പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടി. അതിനുശേഷം വിശ്വേശ്വരയ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാന്റ് എക്കണോമി ഇൻ ഇന്ത്യ എന്ന വർക്കിലാണ് 1934 അദ്ദേഹം ഒരു പോസിറ്റീവ് പ്ലാൻ ഇന്ത്യൻ ഗ്രോത്തിന് അടുത്ത് 10 വർഷത്തേക്ക് വേണ്ടി എങ്ങനെ ചെയ്യണം, എങ്ങനെയായിരിക്കണം ഇന്ത്യൻ എക്കണോമി ആയിരിക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടുള്ള വർക്ക് അദ്ദേഹം മുന്നോട്ട് ഇറക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. 1931 കറാച്ചി ഫെഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും 1936 ഫൈസ്പൂർ ഫെഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ഇന്ത്യയുടെ എക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂ എങ്ങനെ ആയിരിക്കണം എന്നിങ്ങനെ തുടങ്ങിയ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം മൂന്നാമതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയാണ്. 1938 ഫസ്റ്റ് അറ്റംപ്റ്റ് ഒരു നാഷണൽ പ്ലാൻ ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു കമ്മിറ്റിയാണ് ഈ പറയുന്ന നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ അത് ആദ്യമായിട്ട് ആരാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചെയർ ചെയ്തിരുന്നത്. അത് എന്നിരുന്നാൽ കൂടിയും കൃത്യമായിട്ട് എഴുതപ്പെട്ടിരുന്നില്ല. ഈ പറയുന്ന കമ്മിറ്റിയുടെ എല്ലാ റെക്കമെൻഡേഷനും എഴുതപ്പെട്ടിരുന്നില്ല. കുറച്ച് പേപ്പേഴ്സ് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അത് 1948-49 കാലഘട്ടങ്ങളിലാണ് മുന്നിട്ടിറങ്ങിയത്. അത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് റെക്കോർഡ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ എല്ലാ തരത്തിലുള്ള റെക്കമെൻഡേഷൻസും. അതിനുശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിമാർക്കബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. JD ടാറ്റ, JD ബിർള, പുരുഷോത്തമദാസ് താക്കൂർദാസ്, ലാല ശ്രീറാം, കസ്തൂർബായി ലാൽബായ്, AD ഷ്രോഫ്, അർദസിൽ ദലാൽ, ജോൺ മത്തായി എന്നിങ്ങനെ തുടങ്ങി ബോംബെ ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ ഒരു 8 ബോംബെ ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ ഒരു കളക്റ്റീവ് വർക്ക് തന്നെയായിരുന്നു ഈ പറയുന്ന, അല്ലെങ്കിൽ കളക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് കൂടിയായിരുന്നു ഈ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ഒരു ബ്രീഫ് മെമ്മറണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോർ ഇന്ത്യ എന്നുള്ള രീതിയിലായിരുന്നു ഇറക്കിയത്. 1944 ഇങ്ങനെ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ എത്രത്തോളം പരിപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്, ഏത് രീതി വേണം സ്വീകരിക്കാൻ എന്നിങ്ങനെ പല കാര്യങ്ങളും മുന്നോട്ടുള്ള റെക്കമെൻഡേഷൻസ് വെച്ചൊരു പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ നാഴികക്കല്ലായി മാറിയ ഒരു ചരിത്ര സംഭവം കൂടിയാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുക, അതേപോലെ ദേശീയ വരുമാനം 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അത് ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിനുശേഷം വന്ന പ്രധാനപ്പെട്ട ഒരു പ്ലാനായിരുന്നു MN റോയ് മുന്നോട്ട് വെച്ച പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്, ജനകീയ പ്ലാൻ എന്ന് പറയുന്നത്. ഇത് 10 വർഷത്തെ ഏകദേശം മുന്നോട്ട് വെച്ചുള്ള ഒരു പ്ലാനായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം നൽകിയിരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടറായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമരക്കാരൻ എന്ന് പറയുന്നത് MN റോയ്, മനോജേന്ദ്രനാഥ് റോയ് ആയിരുന്നു. ഇതിൻ്റെ പ്രധാന ഒരു ഫീച്ചറുകളിൽ മറ്റൊന്ന് പറയുന്നത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ തുടങ്ങിയവയെ ദേശീയവൽക്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട വക്താവും റാഡിക്കൽ ഹ്യൂമനിസത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താവും എല്ലാം തന്നെയാണ് MN റോയ് എന്ന് പറയുന്നത്. ഗാന്ധിയൻ പ്ലാനാണ് അടുത്തതായി പ്രധാനമുള്ളത്. ശ്രീമാൻ നാരായണനാണ് ഈ പറയുന്ന ഗാന്ധിയൻ പ്ലാൻ മുന്നോട്ട് വെച്ചത്. വാർധ കൊമേഴ്ഷ്യൽ കോളേജിൽ വെച്ചാണ് ഇത്തരത്തിലുള്ളൊരു ഗാന്ധിയൻ പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും കൂടുതൽ ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളിൽ ഒന്നായിരുന്നു ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ പോലുള്ള ആശയങ്ങൾ. അത് ഗാന്ധിയൻ സോഷ്യലിസത്തിൻ്റെ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ളൊരു ഭാഗമായി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഡീസെൻട്രലൈസേഷൻ. അതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ആശയമാണ് ഇക്കണോമിക് ഡീസെൻട്രലൈസേഷൻ. അതായത് റൂറൽ ഡെവലപ്മെൻറ്റ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ ചെറിയ സ്മോൾ സ്കെയിൽ ഓൺട്രപ്രണേഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ടും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടിരുന്ന ഒരു ആശയമായിരുന്നു ഗാന്ധിയൻ സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആശയം. അത് നെഹ്റുവിയൻ സോഷ്യലിസത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഗാന്ധിയൻ പ്ലാൻ എപ്പോഴും പ്രാധാന്യം നൽകിയിരുന്നത് ഇത്തരത്തിലുള്ള എക്കണോമികk ഡീസെൻട്രലൈസേഷനും മറ്റുമാണ്. അതിനുശേഷം വന്ന ഒരു പ്രധാനപ്പെട്ട പ്ലാൻ തന്നെയാണ് സർവോദയ പ്ലാൻ എന്ന് പറയുന്നത്. ജയപ്രകാശ് നാരായണനാണ് ഈ പറയുന്ന സർവോദയ പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നത്. 1950 വിനോബ ഭാവയുടെ ആശയങ്ങളും അതേപോലെ തന്നെ
ഗാന്ധിയൻ പ്ലാൻ്റെ എല്ലാം തന്നെ, അതായത് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആശയമായിരുന്നു സർവോദയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കിൽ ജോൺ റെഫ്റ്റിൽ നിന്ന് പ്രധാനപ്പെട്ട എല്ലാ പ്ലാനും ഉൾക്കൊണ്ടുകൊണ്ട് അൺടു ദ ലാസ്റ്റ് തുടങ്ങിയ വർക്കുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ, അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ഓൾ, സർവോദയ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഇതിലും പ്രധാനമായിട്ടും അഗ്രികൾച്ചറൽ സ്മോൾ കോട്ടേജ് ഇൻഡസ്ട്രീസിന് തന്നെയായിരുന്നു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇതിന് ശേഷം വന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒന്നാണ് ഈ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ആഗസ്റ്റ് 1944 ഇത് രൂപീകരിക്കപ്പെടുന്നത്. ആദർശ് ദലാലിൻ്റെ നേതൃത്വത്തിലാണ് രൂപീകരിക്കപ്പെടുന്നത്. പക്ഷേ 1946 ഈ സെക്ഷൻ അബോളിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വന്നതാണ് പ്ലാനിംഗ് അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത്. ഒരു ഇന്ത്യൻ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന പ്ലാനിംഗ് അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ പ്രൊജക്ട്സിന് വേണ്ട റെക്കമെൻഡേഷനും മറ്റും കൊടുത്തുകൊണ്ടായിരുന്നു പ്ലാനിംഗ് അഡ്വൈസറി ബോർഡ് രൂപീകരിക്കപ്പെട്ടിരുന്നത്. ഇതെല്ലാമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇതിന് ശേഷമാണ് 5 ഇയർ പ്ലാനിലേക്ക് രാജ്യം മുന്നോട്ട് വയ്ക്കുന്നതും ഈ പറയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള 5 ഇയർ പ്ലാനുകൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുമെല്ലാം. അപ്പോൾ ഇതെല്ലാം പിന്നീട് നടന്ന കാര്യങ്ങളും സംഭവവികാസങ്ങളുമാണ്. ഇതിന് മുന്നോടിയായിട്ട് ചോദിക്കാവുന്ന സ്ഥിരം ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പറയുന്ന ഇതിൻ്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി താഴെ രേഖപ്പെടുത്തുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഉണ്ടാകുക. ഓക്കെ, താങ്ക് യു.